എഗ്മോറിലേക്കാണ് ട്രാൻസ്ഫർ കിട്ടിയെന്ന് അറിഞ്ഞപ്പോഴേ ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നെ എങ്കിൽ ഇത്തവണ അമ്മയും കുഞ്ഞും എന്റെ കൂട്ടത്തിൽ വരണ്ടെന്ന്. മുന്നിൽ ഒരു വഴിയും തെളിഞ്ഞു നിൽക്കാത്തൊരവസ്ഥയായിരുന്നു. എന്ത് ചെയ്യണമെന്ന്, ഡെയിലി പോയിട്ട് വരാൻ എനിക്ക് സാധിക്കുമോ ഒന്നും അറിയത്തില്ല കേട്ടോ. പക്ഷേങ്കില് എന്റെ വയറിന് ഓൾറെഡി ഒരു മുറുകൽ പോലെ ഫീൽ ചെയ്തിട്ട് കടപ്പുറം ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടുന്ന് നേരെ വണ്ടാനം ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ലക്ഷ്മിയിലേക്കാണ് പോയത്. അവിടെ പോയി യൂട്രസ് റിലാക്സ് ആവാനുള്ള ഇഞ്ചക്ഷനും പിന്നെ റിലാക്സ് ആവാനുള്ള മരുന്നും നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അമ്മയ്ക്ക് പേടിയായിരുന്നു കേട്ടോ എന്നെ ഒറ്റയ്ക്ക് വിടാനായിട്ട്. അപ്പൂസ് ഉണ്ടെങ്കിൽ തന്നെയും നമ്മൾ കാണിക്കുകയാണെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ റെയിൽവേ ഹോസ്പിറ്റലിലായിരിക്കും കാണിക്കുന്നത്. അവിടെ അപ്പൂസിനെ അലോ ചെയ്യത്തില്ല നൈറ്റ് ടൈമിൽ. അതങ്ങനെയാണല്ലോ. പിന്നെ ഇവർക്ക് പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റിയ ഒരു സ്ഥലത്തും അല്ലല്ലോ നമ്മളിപ്പോ ഉള്ളത്. അതുകൊണ്ട് അമ്മ എന്നെ ഒറ്റയ്ക്ക് വിടാൻ വേണ്ടി തയ്യാറല്ലായിരുന്നേ. യൂട്രസും ബേബിയൊക്കെ റിലാക്സ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്റെ മനസ്സൊന്ന് റിലാക്സ് ആകണമെങ്കിൽ ഇതേ ഇവിടെ തന്നെ പോണവേ. എനിക്കറിയത്തില്ല, എന്റെ കുടുംബം അല്ലെങ്കിൽ പോലും എനിക്ക് ഇവരോടുള്ള ഒരു വിശ്വാസം അത് ഭയങ്കര വലുതാണ്. വിളക്ക് കത്തിക്കാൻ എനിക്ക് 1/2 മണിക്കൂർ മതിയെങ്കിൽ ഇവരോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് 1 മണിക്കൂറെങ്കിലും വേണം. പണ്ട് അകത്ത് കയറി പ്രാർത്ഥിക്കാൻ പറ്റുമായിരുന്നേ. അപ്പൊ നമുക്ക് തൊട്ടടുത്ത് നിന്ന് സംസാരിക്കുന്ന പോലെ ഫീൽ ചെയ്യും. പക്ഷെ ഇപ്പൊ അങ്ങനെ പറ്റത്തില്ല, പുറത്ത് നിന്നേ പ്രാർത്ഥിക്കാൻ പറ്റത്തുള്ളൂ. എന്തായാലും അവരെ കണ്ട് സംസാരിച്ചു കഴിയുമ്പോഴേക്കും നമുക്ക് മനസ്സിനൊരു ആശ്വാസം ഉണ്ടാവും. ഇവിടുന്ന് വിളിച്ചു കഴിഞ്ഞാൽ വിളി കേൾക്കൂന്നുള്ള ഉറപ്പുണ്ട്. 10-20 രൂപ കൂട്ടി വെക്കാൻ പോകുന്ന സമയം മുതൽ തുടങ്ങിയതാണ് കേട്ടോ. ഒരു ചെറിയ ചന്ദനത്തിരിയായിട്ടാ അല്ലെങ്കിൽ കർപ്പൂരമായിട്ടാ ഞാൻ അവർക്ക് വാങ്ങിച്ചു കൊടുക്കല്. എന്തായാലും എന്റെ കൂട്ടത്തിൽ ഉണ്ടാകുന്ന വിശ്വാസത്തിലാണ് ഞാൻ അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്.